വന്നാ. ഏയ്, ഈ വണ്ടി ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ തട്ടുമുട്ട് പണികൾക്കെല്ലാം പെയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതിന് വരെ മെക്കാനിക്കൽ എന്താണല്ലോ വർക്ക്ഷോപ്പ് പോണം. പെയിന്റ് പരിപാടിയെങ്കിലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലേ? ഇത് ട്രാക്കിലൊക്കെ പോകുന്ന കോമ്പറ്റീഷൻ യൂസ് വണ്ടിയല്ലേ. അപ്പൊ ഇതിന്റെ തട്ടുമുട്ട് പെയിന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന ചിന്തയിൽ നിന്നുണ്ടായ ഒരു ആശയമാണ് വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ പെയിന്റിങ് പരിപാടി. അപ്പോ ഇതിപ്പോ എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, എന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇതേപോലെ പ്രാന്ത് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, സെറ്റപ്പ് ഇല്ലാത്തവര്. അങ്ങനെയുള്ളവർക്ക് അവരുടെ വണ്ടി കൊണ്ട് ഇവിടെ വന്നിട്ട് അവർക്കും പെയിന്റ് ചെയ്യാം. കംപ്രസർ നമ്മുടെതുണ്ട്, കറണ്ട് നമ്മുടെതുണ്ട്. അതിനിപ്പം അന്നേരം നമ്മൾ നോക്കിയിട്ട് എന്നാ ചെറിയ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റിൽ ചെറിയ എന്തെങ്കിലും ഒരു പരിപാടി, സ്നേഹം അങ്ങനെയൊക്കെ വിചാരിച്ച് തുടങ്ങിയ ഒരു ചെറിയ പരിപാടിയാണ്. നമ്മളിതിനകത്ത് പ്രൊഫഷണലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് യാതൊരു ശീലമുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ ഈ ആണുങ്ങളെ കോമൺ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതിലൊന്നാണല്ലോ വാഹനം. അങ്ങനെ തോന്നിയ ഒരു ആശയമാണിത്. അപ്പൊ ഇതിപ്പോ നമ്മുടെ വണ്ടിയുടെ ബാക്കിലത്തെ സ്റ്റെപ്പിനി ടയർ നമ്മൾ ഏകദേശം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് പെയിന്റ് ചെയ്യണം. അല്ല, പെയിന്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവിടെ ഇച്ചിരി വെള്ളം. അല്ല, ഇത് ഞാൻ കഴുകിയായിരുന്നേ. പെയിന്റ് ചെയ്യുന്നതിന് മുന്നേ സർഫസിൽ പൊടി ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ വലിയ പെയിന്റർമാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കിതിനെ പറ്റി ഒന്നൊരു ഐഡിയ ഇല്ല. നിങ്ങൾ പഠിക്കുകയാണല്ലോ. അങ്ങനെ കഴുകി പിടിച്ച് തുടച്ച് വെല്ലുമ്പോഴാണ് ഇവിടെ കുറച്ച് വെള്ളം. അങ്ങനെ ചെയ്യാം. ഇത് എപ്പോഴോ തുടങ്ങിയൊരു അല്ലെങ്കിൽ തോന്നിയൊരു ആശയമാണ്. ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ വെച്ചോണ്ടൊന്നും. ഇപ്പോ കുറച്ച് സുഹൃത്തുക്കളും കൂടെ സപ്പോർട്ട് വന്നപ്പോ അങ്ങ് ചെയ്യാന്ന് തീരുമാനിച്ചു. ഒറ്റയ്ക്കാണോന്ന് വെച്ചല്ല, ഒരു പോത്തുണ്ട് അവിടെ, കണ്ടോ? കൂട്ടുണ്ടെന്ന് പറഞ്ഞ് തുടങ്ങിയതാ. പക്ഷെ പുള്ളിക്കാരി നല്ല ഉറക്കമാ. യാതൊരു ഐഡിയ ഇല്ല കേട്ടോ ഗൈസ്. ഇത് കാണുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ടീംസ് വിചാരിക്കും ഇതിന് ഭ്രാന്താണ്. തെറ്റ് പറയാൻ പറ്റില്ല, ഭ്രാന്താണ്. വെറുതെ ഇരുന്നപ്പോ തോന്നിയ ഒരു ആശയം അങ്ങനെ മനസ്സിൽ കൂട്ടി വെച്ച് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടേ, 3 ദിവസം ഇരുന്ന് പ്ലാൻ ചെയ്യുന്നതിനേക്കാൾ നല്ലതാ 5 മിനിറ്റ് എന്തെങ്കിലും എനിക്ക് ചെയ്യുന്നതാണ്. ആ 5 മിനിറ്റിന്റെ ഭാഗമാണിത്. ഇതാകുമ്പോ വൈകുന്നേരം എനിക്ക് പോർച്ചിലേക്ക് ഇറങ്ങുമ്പോ എനിക്ക് വണ്ടി കാണുമ്പോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നേ. എന്നാന്നറിയാൻ പാടില്ല, അങ്ങനെയൊക്കെയാ. അപ്പൊ അതും ഏകദേശമൊക്കെ ആയി. നോക്കാം. ഈ വീല് കണ്ടോ? ഈ വീല് ഞാൻ അടിച്ചായിരുന്നു. അപ്പൊ ഒരു മാറ്റ് ഫിനിഷിൽ നിൽക്കണ്ടേ. സംഗതി പറഞ്ഞത് കാണാനൊരു രസമുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. പക്ഷെ കഴുകാൻ എളുപ്പം ഗ്ലോസി ആയിരിക്കുന്നു എന്റെ മനസ്സ് പറയുന്നു. മനസ്സിന്റെ ഒരു കാര്യം നോക്കാം.